ഇന്ന് നല്ല രുചികരമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തടിയനപ്പം. എങ്ങനെയാണെന്ന് അറിയണ്ടേ? അതിനായിട്ട് 1 കപ്പ് പച്ചരി, അതുപോലെ 1/2 കപ്പ് ചെറുപയർ, 1/2 കപ്പ് വൻപയർ, 1/2 കപ്പ് റാഗി, 1/2 കപ്പ് ഉഴുന്ന്, 1/2 കപ്പ് പരിപ്പ്, ഇനി 1/2 കപ്പ് കടല. നമ്മൾ കറി വയ്ക്കുന്ന സാധാരണ കടലയില്ലേ, ആ കടല. ഇത്രയും കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകുക. ഒരു വലിയ പാത്രത്തിലേക്ക് വെള്ളം നന്നായിട്ടൊഴിച്ചിട്ട് ഒന്ന് തിരുമ്മി കഴുകുക. കഴുകിയതിന് ശേഷം ഇത് കുതിരാൻ മാത്രം ആവശ്യത്തിന് വെള്ളത്തിലാണ് വെക്കേണ്ടത്. വെള്ളം നന്നായിട്ട് തെളിയുന്നിടം വരെ കഴുകിയിടണം. കാരണം ഈ വെള്ളം നമ്മൾ കളയുന്നില്ല. ഇനി 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇത് കണ്ടില്ലേ, അപ്പം ഇങ്ങനെ നന്നായിട്ട് കുതിർന്ന് വന്നു. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. കുറേശ്ശെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഒരുപാട് അരയരുത്, ഒരു പകുതിയിൽ കൂടുതൽ മാത്രം. നമ്മൾ ഈ പരിപ്പുവടയ്ക്കൊക്കെ അരയ്ക്കില്ലേ എന്ന് പറഞ്ഞ പോലെ അല്പവും കൂടെ മാത്രമേ അരയാവുള്ളൂ. നന്നായിട്ട് പഞ്ഞി പോലെ അരച്ചെടുക്കരുത്. കാരണം അങ്ങനെ അരച്ചെടുത്താൽ മാത്രമേ ഈ അപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ എല്ലാം ഇങ്ങനെ അരച്ചെടുക്കാം. ലാസ്റ്റ് അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇനി കുറച്ച് സാധനങ്ങളും കൂടെ അരയ്ക്കണം. ഇതാണ് ലാസ്റ്റ് അരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പച്ചമുളക്, ഒരു 3 ചുവന്ന മുളക്, ഒരു 7ഓളം വെളുത്തുള്ളി. ഞാനിവിടെ ഒന്ന് കല്ലിൽ വെച്ച് ചതച്ചതിന് ശേഷം എടുത്തത്. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 10 ഉള്ളി ചതച്ചത്, ഇനി ഒരു 1/2 സ്പൂൺ ജീരകം, 1 സ്പൂൺ ഉപ്പ് നമ്മുടെ ആവശ്യത്തിനിടണം, കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടി ഇട്ടിട്ട് വേണം ഇനി അരയ്ക്കാൻ. ഇനിയും മുമ്പത്തെ പോലെ തന്നെ ഒരു പകുതി മാത്രമേ അരയ്ക്കാവുള്ളൂ. ജസ്റ്റ് ഒന്ന് അരച്ച് ഇതിനകത്തേക്ക് ഇടുക. നന്നായിട്ട് ഒരിക്കലും അരഞ്ഞു പോകരുത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത്രയും നമ്മൾക്ക് ഇവിടെ ആവശ്യമില്ല. ഇപ്പം ഒരു നേരം ഉണ്ടാക്കാൻ നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ബാക്കി എടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഫ്രിഡ്ജിലേക്ക് വെച്ച് അല്പം ഒന്ന് പുളിച്ചിട്ടെടുത്താലും കുഴപ്പമില്ല, നല്ലതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചുരണ്ടിയതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങ ഇല്ലാതെയും നമുക്കുണ്ടാക്കാം. ഇപ്പോൾ തേങ്ങ ചുരണ്ടിയതും കൂടെ ഇട്ട് തേങ്ങ ഇട്ടുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇനി നല്ല കട്ടിയുള്ളൊരു പാൻ, ഇരുമ്പ് പാൻ തന്നെയാണ് എപ്പോഴും നല്ലത്. അതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇതങ്ങ് നിരത്തി മുകളിലും കൂടെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒന്ന് മൊരിയുമ്പോൾ മറിച്ചിടുക. ആദ്യമേ മറിച്ചിടുമ്പോൾ പെട്ടെന്ന് തന്നെ മറിച്ചിടുക. ഇനി ഇതിവിടെ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ ശേഷം എടുക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇപ്പം എല്ലാ ധാന്യങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് നല്ല പ്രോട്ടീൻ റിച്ച് എന്ന് പറയാനുണ്ടായ കാര്യം. അധികം അരയ്ക്കാതെയും തേങ്ങ ചുരണ്ടിയൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോയാൽ ആ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് മാത്രം അരയ്ക്കുക എന്ന് പറഞ്ഞത്. തന്നെയല്ല, നാരുകളൊന്നും നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോളൂ. അടിപൊളിയാണ്.